നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്തു, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതിന് പിന്നാലെ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഈ കേസിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഈസിയായി തന്നെ രാഹുൽ ഊരിപ്പോരുമെന്നുള്ളതാണ്. രാഹുലിൻ്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് മാധ്യമപ്രവർത്തകരോട് ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. തികഞ്ഞ ആത്മവിശ്വാസം അഭിഭാഷകൻ്റെ മുഖത്തുണ്ട്. ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘത്തിന് മുന്നിൽ നെഞ്ചുയർത്തി രാഹുൽ മാങ്കൂട്ടം നിന്നു എന്നൊക്കെയാണ് പോലീസ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിലപാട്. പക്ഷേ നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നത് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന സൂചനകൾ രാവിലെ പൂങ്കുഴലി IPS നേരിട്ടാണ് രാഹുലിനെ ചോദ്യം ചെയ്തത്. പക്ഷേ തികഞ്ഞ ആത്മവിശ്വാസം രാഹുലിൻ്റെ മുഖത്തുണ്ടായിരുന്നു. രാഹുൽ പറഞ്ഞു, ഇതൊരു കള്ളക്കേസാണ്, താൻ ബലാത്സംഗം ചെയ്തിട്ടില്ല, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ആ യുവതിയും താനുമായിട്ടുണ്ടായിരുന്നത്. ഈ കേസിൽ താൻ ഊരിപ്പോരും, ഇപ്പോൾ അകത്തായാലും താൻ ഇറങ്ങി വരുമെന്ന ആത്മവിശ്വാസം രാഹുൽ പ്രകടിപ്പിക്കുന്നു. രാഹുൽ പറയുന്നത് താൻ ഇനി പാലക്കാട് മത്സരിക്കും, MLA ആകും. കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടിയില്ല എങ്കിൽ പോലും സ്വതന്ത്രനായി അവിടെ മത്സരിച്ച് താൻ വിജയിച്ചു വരും, ജനങ്ങളൊപ്പമുണ്ട്. അപ്പോൾ രാഹുൽ എന്ന വ്യക്തി ഇത്രയേറെ ആക്രമിക്കപ്പെട്ടിട്ടും അയാളെ വളഞ്ഞിട്ട് വളരെ മനോഹരമായി വീഴ്ത്തി കുരുക്കിട്ട് പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിക്കുകയും വലിയ പോലീസ് സന്നാഹത്തെ ചുറ്റും നിർത്തി ഭയപ്പെടുത്താൻ നോക്കുകയും പിന്നീട് റിമാൻഡ് ചെയ്യപ്പെട്ട് നേരെ മാവേലിക്കര പ്രത്യേക സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുമ്പോഴും അയാളിങ്ങ് തളർന്നു വീഴുന്നില്ല. അയാൾ ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. ഇവിടെ നമ്മൾ ആദ്യം രാഹുൽ പറഞ്ഞ ഒരു വാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഒന്ന്, നിയമപരമായി താൻ തെറ്റ് ചെയ്തിട്ടില്ല, ധാർമ്മികമായി താൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരു മറുപടി തുടക്കം മുതൽ രാഹുൽ ആവർത്തിക്കുന്നുണ്ട്. മറുവശത്ത് നിയമപരമായി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇതൊക്കെ പൊതുസമൂഹം കാണുന്നുണ്ട്. അയാളുടെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടും, അതിൽ സംശയമില്ല. പക്ഷേ നിയമപ്രകാരം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഹുൽ ഒരു കോടതി മുൻപാകെ ചെല്ലുമ്പോൾ അതിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ, മറ്റ് പോലീസും യുവതിയുമൊക്കെ ആരോപിക്കുന്നത് പോലെ വിവാഹ വാഗ്ദാന കുറ്റം നിലനിൽക്കുമോ, ഗർഭചിത്ര കുറ്റം നിലനിൽക്കുമോ? ഇപ്പോൾ രാഹുലിനെതിരെ മൂന്നാമത്തെ പരാതിക്കാരി ഉയർത്തിയിരിക്കുന്നത് 3 ആരോപണങ്ങളാണ്. ആദ്യ ദിവസം തന്നെ അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു. 2, വിവാഹ വാഗ്ദാനം നൽകി വീണ്ടും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. 3, സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഭീകരമായി പറഞ്ഞിരിക്കുന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു. 4, സാമ്പത്തിക ചൂഷണം നടത്തിയെന്നാണ്. ഈ 4 പോയിന്റുകളും ചോദ്യം ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടവും രാഹുലിൻ്റെ അഭിഭാഷകരും, നിയമപരമായി, ധാർമ്മികമായല്ല. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം അതിക്രൂരമായ ബലാത്സംഗം. പക്ഷേ ഇവിടെ ശാസ്തമംഗലം അജിത്ത് എന്ന അഭിഭാഷകൻ പറയുന്നത് നമ്മൾ കേട്ടു. ശാസ്തമംഗലം അജിത്ത് പറയുന്നത്, വിദേശത്തു നിന്നെത്തിയ യുവതി തിരുവല്ലയിലെ ഒരു ആഡംബര ഹോട്ടലിൽ മുറിയെടുക്കുന്നു. ആ മുറിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിപ്പിച്ചു വരുത്തുന്നു. പക്ഷേ യുവതിയുടെ പരാതിയിൽ പറയുന്നത് തനിക്ക് രാഹുലുമായി സംസാരിക്കണമായിരുന്നു. അപ്പോൾ ഒരു പൊതു ഇടത്ത് വെച്ച് സംസാരിക്കുന്നതിൽ പരിമിതിയുണ്ടെന്ന് രാഹുൽ അറിയിച്ചതനുസരിച്ച് താനൊരു മുറിയെടുത്ത് രാഹുലിന് വേണ്ടി കാത്തിരുന്നു. ആ മുറിയിലേക്ക് കടന്നു വന്ന രാഹുൽ തന്നെ ബലമായി അതിക്രൂരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ്. പക്ഷേ ഇത് ചോദ്യം ചെയ്യപ്പെടും, ഈ വാദം. കാരണം യുവതി തന്നെയാണ് ഇവിടെ റൂമെടുത്തത്. യുവതിയെ റൂമെടുത്ത് അതിലേക്ക് രാഹുൽ കടന്നു വരുമ്പോൾ ഇയാൾക്ക് യുവതിയെ ബലാത്സംഗം ചെയ്യാനുള്ള അനുവാദമൊന്നുമില്ല. പക്ഷേ അവിടെ രാഹുൽ ഒരു ശക്തമായ നിലപാടെടുക്കുന്നു, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമെന്ന്. യുവതി പറയുന്ന പോലെ അതിക്രൂരമായി ആക്രമിച്ച് മുഖത്ത് തുപ്പി മുഖത്തടിച്ച് ഭയപ്പെടുത്തി ഒരു ബലാത്സംഗത്തിന് രാഹുൽ ശ്രമിച്ചു എന്ന് ആരോപണം നിൽക്കുമ്പോൾ തന്നെ അതിൽ യാതൊരുവിധ പ്രതിരോധവും യുവതി നടത്തിയില്ലേ എന്ന ചോദ്യം ഉയർന്നു വരും. ഏതെങ്കിലും തലത്തിൽ രാഹുലിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? തിരുവല്ല പോലെ ഒരു സ്ഥലമാണ്, രാഹുലിനെ എല്ലാവരും തിരിച്ചറിയും. ഈ ആഡംബര ഹോട്ടലിൽ വെച്ച് ഏതെങ്കിലും തലത്തിലുള്ളൊരു ബലപ്രയോഗമോ ഒരു പ്രതിരോധമോ യുവതി സൃഷ്ടിച്ചാൽ അത് രാഹുലിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരു മുറിക്കുള്ളിലാണ് എങ്കിൽ പോലും യുവതിക്ക് പ്രതികരിക്കാമായിരുന്നു. ആ പ്രതികരണം അവിടെ ഉണ്ടായില്ല. അത് കോടതി മുറിക്കുള്ളിൽ ഇനി വലിയ ചോദ്യം ചെയ്യലുകൾക്ക് കാരണമാകും. രണ്ടാമത് യുവതി പറയുന്നതിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തതിന് ശേഷം നഗ്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നാണ്. പക്ഷെ 2 വർഷത്തോളം എടുത്തു ആ പരാതി വരാൻ. ആ സ്വാഭാവിക കാലതാമസം ചോദ്യം ചെയ്യപ്പെടും. വിവാഹിതയായ ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ കഴിയില്ല എന്ന് രാഹുലിൻ്റെ തന്നെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. രാഹുലിൻ്റെ തന്നെ
ആദ്യ പരാതിക്കാരി നൽകിയ വിധിയിൽ നമ്മുടെ ജില്ലാ സെഷൻസ് കോടതി പറയുന്നുണ്ട്, ഹൈക്കോടതിയും ശരിവയ്ക്കുന്നുണ്ട്. അപ്പോൾ വിവാഹിതയായ ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വാദം നിലനിൽക്കില്ല. കാരണം ഈ യുവതി വിവാഹിതയാണ്. മൂന്നാമത്തെ ആരോപണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗർഭചിത്രം. പക്ഷേ ഇവിടെ യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയിട്ടില്ല. ഗർഭം അലസിപ്പോയതാണ്. അലസിപ്പോയ ഭ്രൂണം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 3 ആരോപണങ്ങളും നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. 4ാമത്തെ ആരോപണം എന്ന് പറയുന്നത് സാമ്പത്തിക ചൂഷണമാണ്. അത് നിലനിൽക്കാനുള്ള സാധ്യത ഒട്ടുമില്ല. കാരണം യുവതി സ്വമേധയ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു പണം. ചെരുപ്പ്, അണ്ടർവെയർ അല്ലേ, ജെട്ടി, അടിവസ്ത്രം വരെ യുവതി അങ്ങോട്ട് വാങ്ങിക്കൊടുത്തതാണ്. പിന്നെ 2 തവണ UK ടിക്കറ്റ് അയച്ചു കൊടുത്തു വരുത്തി. അതൊക്കെ എന്തിനാണെന്ന് നമുക്കറിയില്ല. പക്ഷേ യുവതി എന്തിനാണ് ഇത്രയധികം പണം, ചെരുപ്പ് വാങ്ങാൻ 10,000, ഇത്തരം ആഡംബര വസ്തുക്കൾക്ക്, ഇതിനൊക്കെ പണം എന്തിനാണ് അയച്ചു കൊടുക്കുന്നത്? സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കണ്ടുള്ള പരിചയം. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നു, രാഹുലിനെ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, വിവാഹ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നത് 2ാം ഘട്ടമാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ വിവാഹിതയായ ഒരു യുവതി രാഹുൽ എന്ന പൊതുപ്രവർത്തകനെ സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെടുന്നു. പിന്നീട് അത് സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും ഒക്കെ കടക്കുന്നു. രാഹുൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് തിരിഞ്ഞു. പക്ഷേ യുവതി അതിന് തുടർച്ചയെന്നോണം അവളെ വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ രാഹുൽ നിറവേറ്റിയില്ല. തുടർന്ന പരാതിയിലും രാഹുൽ വേട്ടയിലും ചെന്ന് അവസാനിച്ചിരിക്കുന്നു. ഇത് കോടതിയിൽ നിലനിൽക്കാനുള്ള സാധ്യതയില്ല എന്ന് ശാസ്തമംഗലം അജിത്ത് ഉറപ്പിച്ച് പറയുന്നു. ശാസ്തമംഗലം അജിത്ത് മാത്രമല്ല, ഇവിടെ നമ്മൾ രാഹുലിൻ്റെ ഒരു നിലപാട് കാണണം. ഇവിടെയാണ് രാഹുലിൻ്റെ ഒരു ആത്മവിശ്വാസം. 1ഉം 2ഉം കേസുകളേക്കാൾ മാരകമാകുന്നത് ഈ മാരകമായ ആക്രമണത്തിൻ്റെ തലത്തിലാണ്. പക്ഷേ ആക്രമണം നിലനിൽക്കില്ല, തെളിയിക്കാൻ എളുപ്പമല്ല എന്ന് ശാസ്തമംഗലം അജിത്ത് ഉറപ്പിച്ച് പറയുമ്പോൾ അതിനോട് പൂർണ്ണമായി ഒത്തുപോകുന്ന രാഹുൽ മാങ്കൂട്ടം പോലീസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇത്ര തൻ്റെ ഇടത്തോടെ വെല്ലുവിളിച്ച് നിൽക്കണമെങ്കിൽ അയാൾക്ക് തികഞ്ഞൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ കണ്ടു, ആദ്യ പരാതിയിൽ പല തെളിവുകളും രാഹുൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. സമാന തലത്തിൽ ഇപ്പോൾ 3ാം പരാതിക്കാരിക്കെതിരെയും തൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് രാഹുൽ പറയുന്നു. അപ്പോൾ ഇയാൾ അതിവിദഗ്ധമായി പെൺവേട്ട നടത്തി എന്നതിൽ സംശയമില്ല രാഹുൽ. പക്ഷെ പെൺവേട്ടയ്ക്കൊപ്പം ഇയാൾ വേണ്ടത്ര ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു വയ്ക്കുന്നു. ഓരോ ബന്ധങ്ങളും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധങ്ങളാണ് എന്ന് ഉറപ്പിക്കുന്നു. മറുവശത്ത് യുവതിയുടെ പരാതി നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഇയാൾ ഉറപ്പിക്കുന്നു. അങ്ങനെ രാഹുൽ തന്ത്രപരമായി നീങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ വേട്ട നടക്കുന്നത് കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും രാഹുലിന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുന്നു. അങ്ങനെ ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം രാഹുലിന് പരിപൂർണ്ണ പിന്തുണ നൽകുന്നു. അത് ഈ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ഒരു ബോംബായി ഈ കേസുകൾ, സ്ത്രീപീഡന കേസുകളൊക്കെ തന്നെ പുരുഷന്മാർക്ക് നേരെയുള്ള ഒരു ബോംബ് എന്ന രീതിയിലാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതായത് പിണങ്ങിയാൽ, പരിഭവിച്ചാൽ, ദേഷ്യം വന്നാൽ ആ പക വീട്ടുന്നതിന് വേണ്ടി പീഡന കേസ് ഉയർത്തുന്നു. അല്ല, അതിൽ ഒത്തിരി വാസ്തവമുണ്ട്. കാരണം ഇത്തരം ബന്ധങ്ങൾ പലതും ചെന്ന് അവസാനിക്കുന്നത് ഇങ്ങനെയുള്ള ആരോപണങ്ങളിലും പരാതികളിലുമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഈ കേസുകൾക്ക് പിന്നിലുണ്ടാകുമ്പോൾ ഒരു വശത്ത് വേട്ടയാടപ്പെടാം. ഇപ്പോൾ യുവതിയും രാഹുലും തമ്മിലുള്ള ബന്ധം അവരുടെ സ്വകാര്യതയാണ്. ഇരുവർക്കുമിടയിൽ സ്വകാര്യമായൊരു ബന്ധമുണ്ടായി. അത് ലൈംഗിക ബന്ധമടക്കമുള്ള ഇടപാടുകളിലേക്ക് തിരിഞ്ഞു. പക്ഷെ പിന്നീട് യുവതി ഒരുപക്ഷെ പകപോക്കലിൻ്റെ ഭാഗമായാകാം ഈ പരാതിയുമായി കളത്തിലിറങ്ങുന്നത്. ആ പരാതി ഏറ്റെടുക്കാൻ ഇവിടെ ആളുകളുണ്ടായി. ഈ പരാതിയുടെ ഒരു ടൈമിംഗ്, ഇതിൻ്റെ ഒരു സീക്വൻസ്, തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു യുവതി മുഖ്യമന്ത്രിയെ കണ്ട് ഒരു പരാതി നൽകുന്നു. അതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുന്നു. അന്ന് ആ രാഹുൽ വേട്ടയിൽ കണ്ട സ്പീഡ് കേരളം ഞെട്ടുന്നതായിരുന്നു. വേടൻ സംഭവം ഉണ്ടായപ്പോൾ ആ സ്പീഡ് നമ്മൾ കണ്ടില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടി അന്ന് വൈകുന്നേരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. അന്ന് രാത്രി തന്നെ ഈ അന്വേഷണ സംഘം രാഹുൽ വേട്ടയ്ക്കിറങ്ങുന്നു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ രാഹുൽ തമിഴ്നാട് കടന്നു, പിന്നീട് കർണാടകയിലേക്ക് കടന്നു. അതിവിദഗ്ധമായി പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടുന്നു. അഭിഭാഷകരെ ഉപയോഗിച്ച് കോടതിയിൽ പൊരുതി ജാമ്യം നേടി പിന്നീട് രാഹുൽ തിരിച്ചു വരുന്നു. എന്നാൽ ഈ 2ാം പരാതിയിൽ ആദ്യം സംഭവിച്ച പാളിച്ചകൾ മുഴുവൻ, എല്ലാ ലൂപ്പ് ഹോളും അടച്ച് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി വരുന്നു. മുഖ്യമന്ത്രി അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു. നമുക്കറിയാം, പ്രത്യേക അന്വേഷണ സംഘത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്നാണ് ഇപ്പോൾ മാധ്യമ റിപ്പോർട്ട്. വളരെ ചുരുക്കം ചില AIG പൂങ്കുഴലിക്ക് വിശ്വാസമുള്ള ഒരു ചെറു ടീമിനെ മാത്രമേ ഇതിനുവേണ്ടി നിയോഗിച്ചുള്ളൂ. പാലക്കാട്ടേക്കുള്ള യാത്രയ്ക്ക് പത്തനംതിട്ടയിൽ നിന്നല്ല വാഹനങ്ങൾ കരുതിയത്, കൊല്ലത്ത് നിന്നാണ്. ആ കൊല്ലത്ത് നിന്ന് ഒരുപടി വാഹനങ്ങൾ ബുക്ക് ചെയ്തു, എറണാകുളത്ത് നിന്ന് ബുക്ക് ചെയ്തു. പക്ഷേ ബുക്ക് ചെയ്ത വാഹനങ്ങളൊക്കെ തൃശ്ശൂരിലേക്ക് പോകാൻ എന്നാണ് പറഞ്ഞത്. അവിടെ പാലക്കാട് എന്നുള്ളൊരു ചിത്രമേ കൊടുത്തില്ല.
പൂങ്കുഴലിക്ക് മാത്രമേ ഈ ഓപ്പറേഷൻ്റെ മുഴുവൻ വസ്തുതകളും അറിയൂ. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോട് വ്യത്യസ്ത കഥകൾ അവതരിപ്പിച്ച് അവരോടൊക്കെ അവസാന മിനിറ്റിലാണ് പാലക്കാട് ഒത്തുകൂടാൻ പറഞ്ഞത്. പാലക്കാട് വന്നപ്പോൾ ഈ KPM ഹോട്ടലിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുന്നു. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞ് റിസപ്ഷനിലെ മുഴുവൻ മൊബൈൽ ഫോണുകളും സീസ് ചെയ്തതിന് ശേഷമാണ് രാഹുലിനെ പിടിക്കാനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നത്. അതുവരെ തങ്ങളുടെ യാത്രാ ഉദ്ദേശം പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിരുന്നില്ല. അപ്പോൾ ജാഗ്രതയോടെ അതിസൂക്ഷ്മതയോടെ രാഹുലിനെ കുരുക്കി തിരികെ വളരെ തന്ത്രപരമായി പത്തനംതിട്ടയിലെത്തിച്ചു. നമുക്കറിയാം, തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നില്ല, മറ്റ് ഇടങ്ങളിലേക്കൊന്നും കൊണ്ടുവന്നില്ല, പത്തനംതിട്ട എത്തിച്ചു. പത്തനംതിട്ട എത്തിക്കുകയും വളരെ സമർത്ഥമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുകയും ചെയ്തു. ആ റിമാൻഡ് റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ എത്തുന്നു. പക്ഷേ രാഹുലിൻ്റെ അഭിഭാഷകർ പറന്നെത്തി. അവർ ശക്തമായ വാദം കോടതിക്ക് മുൻപാകെ ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ ഇത് അറസ്റ്റ് ചെയ്ത് പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിൽക്കുകയാണ്. പോലീസിന് ഒരു മൈലേജുള്ള സമയമാണ്. കൃത്യമായി പോലീസിന് കോടതിയെ ധരിപ്പിക്കാൻ കഴിയും. കാരണം ഈ റിമാൻഡിലുള്ള പ്രതിയിൽ നിന്ന് ചില ഗാഡ്ജറ്റ്സൊക്കെ ഡിജിറ്റൽ തെളിവുകളൊക്കെ സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് മാത്രമല്ല, ആ യുവതിയുടെ പരാതിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ പൂട്ടാനുള്ള വലിയൊരു കുരുക്ക് കൂടി കിടപ്പുണ്ട്. അതായത് ബലാത്സംഗത്തിന് ശേഷം തൻ്റെ നഗ്ന വീഡിയോ പകർത്തി മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ പരിശോധിക്കണം. ഇവിടെ പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയോട് പറഞ്ഞത് തങ്ങൾക്ക് രാഹുലിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഡിജിറ്റൽ ലോക്ക് രാഹുൽ പറഞ്ഞു തരുന്നില്ല എന്നാണ്. അപ്പോൾ കോടതിയെ സംബന്ധിച്ച് രാഹുലിനെ റിമാൻഡ് ചെയ്യുക, കസ്റ്റഡിയിലേക്ക് കൊടുക്കുക എന്ന ഒറ്റ പോംവഴിയേ ഉള്ളൂ. കാരണം ഒരു യുവതിയുടെ നഗ്ന ഫോട്ടോകൾ ആ മൊബൈൽ ഫോണിലുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. യുവതിയെ തെളിവുകളെല്ലാം ആ ഫോണിൽ തന്നെയാണ്. അതെ, രാഹുലിന് സമർപ്പിക്കേണ്ട തെളിവുകൾ ഈ ഫോണിലാണ്. അപ്പോൾ വളരെ തന്ത്രപരമായി പോലീസ് രാഹുലിനെ കുരുക്കി. അപ്പോൾ നമുക്ക് ഇവിടെ ചില വൈരുദ്ധ്യങ്ങൾക്കൊപ്പം ചില സാമ്യവും ഒന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആദ്യ പരാതിക്കാരി പറയുന്ന സംഭവങ്ങളും രണ്ടാം പരാതിക്കാരി പറയുന്ന സംഭവങ്ങളും മൂന്നാം പരാതിക്കാരി പറയുന്ന സംഭവങ്ങളും ഒരേ അച്ചിൽ വാർത്തെടുത്തതുപോലെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ ഇത് ഒരു സ്ഥലത്ത് നിന്ന് വന്ന പരാതിയാണോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നത്. കാരണം ഒന്നാം പരാതിയിൽ പറയുന്നത്, രണ്ടാം പരാതിയിൽ പറയുന്നത്, മൂന്നാം പരാതിയിൽ പറയുന്നത് ഒന്ന് മാത്രമേ മാറ്റമുള്ളൂ, സാമ്പത്തിക ചൂഷണം. അത് മാത്രമേ ഇതിൽ സാമ്പത്തിക ചൂഷണം അധികമായി ഇട്ടിട്ടുണ്ട്. കാരണം യുവതി ഓൾറെഡി കുറച്ച് പണമൊക്കെ കൊടുത്തു. ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം എന്ന് രാഹുൽ പറയുന്ന ബന്ധം. ആ യുവതിയിൽ നിന്ന് ചില പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ രാഹുൽ കൈപ്പറ്റി. ഇതൊക്കെ വാസ്തവമാണ്. അപ്പോൾ ചില വാസ്തവങ്ങളും ചില അവാസ്തവങ്ങളും കോർത്തിണക്കിയുള്ള ഒരു പരാതിയാണോ എന്ന സംശയമാണ് രാഹുൽ ക്യാമ്പ് ഉയർത്തുന്നത്. അത് നമ്മൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ പരാതി ആസൂത്രിതമാണോ എന്നൊരു സംശയം സ്വാഭാവികമാണ്. രണ്ട്, രാഹുലിന് നേർക്ക് നടക്കുന്ന രാഷ്ട്രീയ വേട്ടകളെ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. അപ്പോൾ കൃത്യമായി രാഹുലിനെ വീഴ്ത്തിയിരിക്കുന്നു. പക്ഷേ ഈ കുരുക്ക് പൊട്ടിച്ച് നിയമത്തിൻ്റെ വഴിയിലൂടെ രാഹുൽ രക്ഷപ്പെടും എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഈ കൃത്യമായ വസ്തുതകൾ നിരീക്ഷിക്കുമ്പോൾ അതിനുള്ള സാധ്യതകളാണ് ഏറെ. ഈ ഒരു പരാതി വരുമ്പോൾ പ്രധാനമായും കേട്ടത് പൂങ്കുഴലിക്ക് കൃത്യമായി ഈ ഒരു പരാതി കിട്ടുന്നു, പെൺകുട്ടിയുമായി സംസാരിക്കുന്നു, പെൺകുട്ടിയുടെ ആ ശബ്ദ സന്ദേശം മുഖ്യമന്ത്രിക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതെ, മുഖ്യമന്ത്രി പറയുകയാണ് ഈ വൈകാരികമായ സന്ദേശം കേട്ട് എങ്ങനെയാണ് നിൽക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടി നാട്ടിലെത്തി തെളിവ് കൈമാറട്ടെ, അതിനുശേഷം അറസ്റ്റിലേക്ക് കടക്കാമെന്ന് പറഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്യൂ എന്ന് ഒരൊറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതായത് നാട്ടിലെത്തുന്നതുവരെ കാത്തു നിൽക്കേണ്ടതില്ല, ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി തന്നെ ഇൻസിസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ രാഹുലിനെ ഇന്നു മുതലല്ല വേട്ടയാടി തുടങ്ങി. നമുക്കറിയാം, വീട് വളഞ്ഞ് തുടക്കത്തിൽ പിടിച്ചൊരു സംഭവം അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഈ CPMന്റെ വലിയൊരു പ്രതിയോഗിയായി കണക്കാക്കപ്പെടുന്നത്? അല്ല, ഇത്തരം രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ നെടുനായകത്വം വഹിക്കുന്നവർ തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഇത്തിരി സൂക്ഷ്മത പുലർത്തണം. ഇല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ അവരെ കാത്തിരിക്കും. അപകടങ്ങൾ കെടിയൊരുക്കാൻ ശക്തിയുള്ള വലിയൊരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. ആ ഒരു ജാഗ്രത തീർച്ചയായിട്ടും രാഹുൽ പുലർത്തേണ്ടിയിരുന്നു. അതുകൊണ്ട് രാഹുലിനെ സംബന്ധിച്ച വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒക്കെ വലിയ വില ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നു. മറുവശത്ത് രാഹുൽ എന്ന പോരാളിയെ ഈ തളർന്ന വേളയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അന്വേഷണ സംഘത്തെ വെല്ലുവിളിക്കുന്നു, പിണറായിയെ വെല്ലുവിളിക്കുന്നു. ഞാൻ പുറത്തു വരുമെന്ന് ഉറപ്പിച്ചു പറയുന്നു, ഞാൻ പാലക്കാട് മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു, ജനങ്ങൾ എനിക്കൊപ്പം ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഒരു രാഹുൽ തരംഗം ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഏറെ വിചിത്രമായി നമുക്ക് തോന്നാം. അത് രാഹുലിൻ്റെ ഒരു പോരാട്ട വീര്യമാണ്. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ വലിയ ഒരു ഷാർപ്പ്നെസ് ഉള്ള ഒരു നേതാവാണ്. കേരളത്തിൽ അപൂർവം നേതാക്കളിൽ ഒരാളാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഷാർപ്പ്നെസ് ഉള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റർ. പക്ഷേ മറുവശത്ത് സ്വയം കൃതാർത്ഥം എന്നൊക്കെ പറയുന്ന പോലെ
സ്വന്തം ചെയ്തികൾ കൊണ്ട് അമ്പേറ്റ് വീഴുന്നു മറുവശത്ത്. അമ്പ് കൊള്ളും പോലും അയാൾ പറയുന്നു ഈ അമ്പൊക്കെ ഊരി താൻ തിരിച്ചു വരുമെന്ന്. അങ്ങനെ ഒരു വിചിത്ര കാഴ്ചകളാണ് രാഹുലിൻ്റെ കാര്യത്തിൽ. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ കേസും ചീറ്റിപ്പോവും, നിൽക്കാനുള്ള സാധ്യതയില്ല കോടതിയിൽ. കാരണം അത്ര ദുർബലമാണ് പല സംഭവങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ. ഈ ബലാത്സംഗം എന്ന കുറ്റം നിലനിൽക്കാനുള്ള സാധ്യതയില്ല, ഗർഭചിത്ര കുറ്റം നിലനിൽക്കാനുള്ള സാധ്യതയില്ല, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കുറ്റം നിലനിൽക്കില്ല. പിന്നെ കുറേ പണം അങ്ങോട്ട് കൊടുത്തിട്ട് സാമ്പത്തിക ചൂഷണം എന്ന് പറയുന്നതിലും, കാരണം ഇത് പണം ഏതെങ്കിലും തലത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് മേടിച്ചതല്ല. ഇയാൾക്ക് ചെരുപ്പ് വാങ്ങാൻ, ഇയാൾക്ക് വാച്ച് വാങ്ങാൻ, തിരിച്ചു കൊടുക്കാവുന്ന പണം മാത്രമേ, ഇയാൾക്ക് UK പോകാൻ. അല്ല, തിരിച്ചു കൊടുത്താലും തീരത്തില്ല, കാരണം സാമ്പത്തിക ചൂഷണമാണെങ്കിൽ. പക്ഷേ ഇത് യുവതി എന്തിനാണ് ഇയാൾക്ക് ഇങ്ങനെ കണ്ടശ പണം കൊടുത്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള ഒരു യുവതി ധാരാളം വരുമാനമൊക്കെ കാണും, അതും ഒരു മാരീഡ് യുവതിയാണെന്ന് ഓർക്കണം. മറ്റൊരാളുമായി വിവാഹബന്ധത്തിൽ ഇപ്പോഴും തുടരുന്ന യുവതി എന്തിനാണ് ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നത്? അല്ലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്ന പോലെ കല്യാണം കഴിക്കാത്ത രാഹുലിന് എങ്ങനെ കല്യാണം കഴിഞ്ഞവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ കഴിയും? വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തിനാണ് ഈ കൂട്ടത്തോടെ സ്ത്രീകളെല്ലാം കൂടി രാഹുലിനെ തേടി ചെല്ലുന്നത്? അതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അവിടെ നമുക്ക് ഒട്ടനവധി സംശയങ്ങൾ സ്വാഭാവികമാണ്. വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണ് ഈ രാഹുലിലേക്ക് സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നത്? പക്ഷേ ആകർഷിക്കപ്പെട്ടിങ്ങ് എത്തുന്ന സ്ത്രീകളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ, ശാസ്ത്രമംഗലം അജിത്ത് പറഞ്ഞതുപോലെ 2 കേസുകളിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ജാമ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്ര തിടുക്കപ്പെട്ട ഒരു അറസ്റ്റ് നടത്തിയെങ്കിൽ അത് ഒരു രാഷ്ട്രീയ പകപോക്കലാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്തായിരുന്നാലും ഊരിപ്പോരുമെന്ന് അദ്ദേഹവും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും. നമുക്ക് വരും ദിവസങ്ങളിൽ എന്താകും എന്നുള്ളത് നോക്കാം. നന്ദി, നമസ്കാരം.